ഉടുമ്പിന് അടയ്ക്കാനും തുറക്കാനുമാവുന്ന മൂക്കോ? നമുക്ക് നോക്കാം. അതിനു മുൻപായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇന്ത്യയിൽ 4 തരത്തിലുള്ള ഉടുമ്പുകളാണ് ഉള്ളത്. ബംഗാൾ ഉടുമ്പ് അഥവാ ഇന്ത്യൻ ഉടുമ്പ്, മരു ഉടുമ്പ്, മഞ്ഞ ഉടുമ്പ്, നീരുടുമ്പ് എന്നിവ. ഇവയെ കൂടാതെ കുറെ സബ് സ്പീഷീസ് കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വാരണസ് ബംഗാളൻസീസ് എന്നീ ഇനമാണ് കാണപ്പെടുന്നത്. മണ്ണുടുമ്പ്, കാരിടുമ്പ്, പൊന്നുടുമ്പ് എന്നൊക്കെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടാറുണ്ട്. കുഞ്ഞു പ്രായത്തിൽ ഇവയുടെ മഞ്ഞയോ ചാരമോ നിറമുള്ള ശരീരത്തിൽ വിലങ്ങനെ കറുത്ത വരകളും അടയാളങ്ങളും ഉണ്ടാകും. വളർച്ച പൂർത്തിയായാൽ ഇരുൾ ചാരനിറം മാത്രമായി മാറും. നല്ല കാഴ്ചശക്തിയുള്ളവരാണെങ്കിലും ഇവയുടെ പിളർന്ന നാവാണ് ചുറ്റുപാടിനെ അറിയാനുള്ള ഏറ്റവും കാര്യക്ഷമമായ അവയവം. അന്തരീക്ഷത്തിലെ വളരെ നേർത്ത ഗന്ധ തന്മാത്രാ സാന്നിധ്യം പോലും രുചിച്ചറിയാൻ നാവുകൊണ്ട് ഇവർക്ക് കഴിയും. 60 മുതൽ 175 സെന്റിമീറ്റർ വരെ നീളമുള്ള ഉടുമ്പുകൾ കാണാറുണ്ട്. 7 മുതൽ 10 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാകും. ചുളിവുള്ള കട്ടിയുള്ള തൊലിയിൽ കുനുകുനെ ശൽക്കങ്ങൾ കാണാം. മറ്റുള്ള ചില ഉരകങ്ങളിൽ നിന്ന് വ്യത്യാസമായി ഉടുമ്പിന്റെ ശ്വാസകോശം കുഞ്ഞ് സഞ്ചിക്കുമിളകൾക്ക് പകരം സ്പോഞ്ച് പോലുള്ള കലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ വേഗത്തിലും ഉഷാറായും വായു കൈമാറ്റം നടത്താനും കൂടുതൽ മെച്ചപ്പെട്ട ഉപാപചയ നിരക്ക് നിലനിർത്തുവാനും ഇവയ്ക്ക് കഴിയും. ഹൃദയത്തിന് 3 അറകളാണുള്ളത്. അഗ്രഭാഗം 2ആയി പിളർന്നിരിക്കുന്ന നാവ് വളരെ നീളത്തിൽ പുറത്തേക്ക് നീട്ടാൻ ഇവയ്ക്ക് കഴിയും. മണം പിടിക്കാനാണ് ഇത് നാക്ക് ഉപയോഗിക്കുന്നത്. തല ഇരുവശങ്ങളിലേക്കും തിരിച്ച് നാക്ക് നീട്ടിയും വലിച്ചും ചുറ്റുപാടുമുള്ള ജീവസാന്നിധ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് സഞ്ചാരം. മൂക്കിന്റെ ദ്വാരത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് കൺപോളകൾ ഉപയോഗിച്ച് കണ്ണടച്ചു പിടിക്കാൻ കഴിയും പോലെ ഇവയ്ക്ക് മൂക്ക് ഇഷ്ടം പോലെ തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്ന പ്രത്യേക അടപ്പ് സംവിധാനമുണ്ട്. അഴുക്കും മണ്ണും വെള്ളവും കയറാതെ ആ അടപ്പ് സൂക്ഷിച്ചോളും. 17 മിനിറ്റ് വരെ വെള്ളത്തിൽ മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് പറ്റാറുണ്ട്. പക്ഷികൾ, എലി, അണ്ണാൻ, മുയൽ, പാമ്പുകൾ, ഓന്ത്, പല്ലി, തവള, മീൻ എന്നിവയൊക്കെയാണ് ഉടുമ്പുകളുടെ ഇഷ്ട ഭക്ഷണം.